നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ലാൽ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം 1971 ബിയോണ്ട് ദ ബോർഡേഴ്സിന്റെ ഒഫീഷ്യൽ ടീസർ മാർച്ച് 2 വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യുന്നു. ലാലേട്ടന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ടീസർ എത്തുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിപ്പബ്ലിക് ദിനത്തിൽ നേരത്തെ റിലീസ് ചെയ്തിരുന്നു. വൻ വരവേൽപ്പാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് കിട്ടിയത്. കീർത്തി ചക്ര, കുരുക്ഷേത്ര, കാണ്ഡഹാർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മേജർ രവി ചിത്രത്തിലും മോഹൻലാൽ മേജർ മഹാദേവനായാണ് എത്തുന്നത്. ഒപ്പം മഹാദേവന്റെ അച്ഛൻ സഹദേവനായും മോഹൻലാൽ അഭിനയിക്കും. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. ലാലേട്ടന്റെ ഹൈ വോൾട്ടേജ് ആക്ഷൻ രംഗങ്ങൾ ജോർജിയയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജോർജിയ, രാജസ്ഥാൻ, കാശ്മീർ, പഞ്ചാബ്, പാലക്കാട് എന്നിവിടങ്ങളാണ് സിനിമയുടെ ലൊക്കേഷനുകൾ. UN ദൗത്യസേനയിലുള്ള മേജർ മഹാദേവന്റെ ജീവിതമാണ് ജോർജിയയിൽ ചിത്രീകരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായാണ് കേണൽ മഹാദേവൻ ജോർജിയയിൽ എത്തുന്നത്. ലാലേട്ടന്റെ ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസുകളാണ് ഇവിടെ ചിത്രീകരിച്ചത്. മാഫിയ ശശിയാണ് ആക്ഷൻ സംവിധാനം. യുദ്ധം പശ്ചാത്തലമാകുന്നുണ്ടെങ്കിലും ഇതൊരു യുദ്ധചിത്രമല്ല. ആർക്കു വേണ്ടിയാണ് യുദ്ധം, ആരാണ് ശത്രു, ആരാണ് മിത്രം, അതിർത്തികൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം എന്നിവ സിനിമയുടെ വിഷയമാകും. ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിപ്രധാനമായ ടാങ്ക് യുദ്ധം നടന്ന മേഖല എന്ന നിലയിലാണ് രാജസ്ഥാനിൽ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. മാർച്ച് 2 1971 മരണമാസ് ടീസറിനായി നമുക്ക് കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾ ഞൊടിയിടയിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. നന്ദി.